So we had already started our fourth module, and we are already discussed what is DTFT. Okay, discrete time Fourier transform. Okay, so discrete time Fourier transform is a transformation tool which is used to convert a discrete time signal in continuous time domain. Okay, sorry, discrete time signal in time domain into corresponding frequency domain. Okay, so that is DTFT. Okay, അപ്പം discrete time sequences കേസിൽ അതിന്റെ കണ്ടിന്യൂസ് ടൈം ഡൊമെയിൻ അതിനെ അതിന്റെ ടൈം ഡൊമെയിൻ അതിനെ എന്ത് ചെയ്യുന്നു കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ടൂളാണ് DTFT, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, സോ അതിന്റെ ഇക്വേഷൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ ഇസ് ഈക്വൽ ടു n is equal to minus infinity to infinity x of n into e raised to minus j omega n, which is similar continuous time Fourier transform. Okay, അതിൽ ഇവിടെ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ടൈം ആ ഒരു വേരിയേഷനെ വരുന്നുള്ളൂ. സോ ഇവിടെ എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ എൻ ആണെങ്കിൽ ഇവിടെ ഈ എന്നിന്റെ പൊസിഷൻ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ ടി ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഓൾസോ കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ ഇന്റഗ്രൽ ആയിരിക്കും, ഡിസ്ക്രീറ്റ് ടൈം ആയതുകൊണ്ട് സമ്മേഷൻ ഓഫ് ആണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഓൾസോ റെപ്രസെന്റേഷൻ. ഓക്കെ, എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, എക്സ് ഓഫ് എൻ ഡി ടി എഫ് ടി ഗീവ്സ് വാട്ട് x of e raised to j omega. Okay, and or Fourier transform of x of n is equal to x of e raised to j omega. ഈ രണ്ട് രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. സോ ഇതാണ് ഇതിന്റെ ഇക്വേഷൻസും റെപ്രസെന്റേഷൻസും. നമ്മൾ എന്ത് ചെയ്തു, ഇൻവേഴ്സ് DTFT ഇക്വേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Then existence of DTFT or convergence conditions of DTFT. Okay, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അതിൽ 2 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ കുറച്ച് സമ്മേഷൻ സീരീസ് ഇക്വേഷൻസ് അല്ലെ, അല്ലെങ്കിൽ ഫോർമുലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇന്നലെ എഴുതി എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമാണ്. ഇത് നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് പഠിക്കണം ഇക്വേഷൻസ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, DTFT റിലേറ്റഡ് ആയിട്ട് ന്യൂമറിക്കൽസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ പ്ലീസ് റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. Find the Fourier transform of the following signals. Find the Fourier transform of the following signals. Find Fourier transform of the following signals. So question ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫൈൻഡ് DTFT അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല. ഓക്കെ, ബോത്ത് കണ്ടിന്യൂസ് ടൈമിന്റെ കേസ് ആണെങ്കിലും ഡിസ്ക്രീറ്റ് ടൈമിന്റെ കേസ് ആണെങ്കിലും ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാൻ ആസ് ലൈക്ക് ഫൈൻഡ് Fourier transform of the signal എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക, ഓർ ആ സിഗ്നൽ നോക്കുക. സിഗ്നൽ കണ്ടിന്യൂസ് ടൈമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ വി ഹാവ് ടു do CTFT transformation. Okay, ഇനി തന്നിരിക്കുന്ന സിഗ്നൽസ് ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ് ആണെങ്കിൽ വി ഹാവ് ടു യൂസ് DTFT ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അതിപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ ആദ്യം അത് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ടൈം ഒന്ന് വായിച്ച് അനലൈസ് ചെയ്യാം എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷന്റെ പേര് തരണമെന്നില്ല. CTFT ആണോ DTFT ആണോ ലാപ്ലാസ് ആണോ സെറ്റ് ട്രാൻസ്ഫോം ആണോ എന്ന് ചിലപ്പോൾ ഡയറക്റ്റ് തരണമെന്നില്ല. ബട്ട് മോസ്റ്റ് കേസസിൽ എന്താണ് അത് സ്പെസിഫൈ ചെയ്യും. ഇനി സ്പെസിഫൈ ചെയ്തില്ല എന്നാണെങ്കിൽ ക്വസ്റ്റ്യൻ നീറ്റായിട്ട് വായിച്ചു നോക്കുക. അല്ലാതെ ജസ്റ്റ് ഇപ്പൊ Fourier transform ഓഫ് ദ ഫോളോയിങ് സിഗ്നൽ എന്ന് മാത്രം കണ്ടാൽ ഡയറക്റ്റിന്റെ CTFTയുടെ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കണം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് സിഗ്നൽസ് എന്തൊക്കെയാണ്, ഒന്ന് ഡോ ഓഫ് എൻ. ഓക്കെ, ഫസ്റ്റ് സിഗ്നൽ ഡോ ഓഫ് എൻ, സെക്കൻഡ് വൺ യു ഓഫ് എൻ, തേർഡ് വൺ dou of n minus k. Okay, and the fourth one dou of n minus 1 plus dou of n plus 1. Okay, അപ്പൊ നോക്കിയേ, ഫൈൻഡ് ദ Fourier transform of the following signals എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ അതാണ്. സിഗ്നൽസ് ഒക്കെ എന്താണ്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആണ് അല്ലെ, എല്ലാം n വെച്ചാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഡോ ഓഫ് എൻ, യു ഓഫ് എൻ, ഡോ ഓഫ് എൻ മൈനസ് കെ, ഡോ ഓഫ് എൻ മൈനസ് 1 പ്ലസ് ഡോ ഓഫ് എൻ പ്ലസ് 1. ഓക്കെ, സോ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം, DTFT ട്രാൻസ്ഫോർമേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് ഡോ ഓഫ് ടി, യു ഓഫ് ടി, ഡോ ഓഫ് ടി മൈനസ് കെ അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളവിടെ CTFT ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് ക്വസ്റ്റ്യൻ വായിച്ച് ഫസ്റ്റ് ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ 2 ടൈംസ് വായിച്ചിരിക്കണം. കാരണം നമ്മൾ ഫസ്റ്റ് വായിക്കുമ്പോൾ ഓക്കെ അതാണെന്ന് തോന്നിയാലും എന്തെങ്കിലും ഒരു
ഒരു ട്വിസ്റ്റ് അതിലുണ്ടാവും. നോർമലി ഇല്ല, എന്നാലും ടെൻഷൻ അടിക്കോ അല്ലാണ്ട് ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും 2 ടൈംസ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, സിമ്പിൾ ആയിരിക്കും, എളുപ്പത്തിൽ മനസ്സിലാവും. ബട്ട് ഫസ്റ്റ് ലുക്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് ഡയറക്റ്റ് അങ്ങ് ചിന്തിച്ചു പോകും. സിഗ്നൽ നോക്കുമ്പോൾ ടൈം ഡൊമെയിനിലോ ഡിസ്ക്രീറ്റ് ഡൊമെയിനിലാണോ ശ്രദ്ധിക്കാണ്ടായിരിക്കും ചെയ്യാം. ഓക്കെ, അപ്പം ഒരു 2 തവണ എന്തായാലും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ ഇത് ആൻസർ ചെയ്തൂടെ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തില്ലേ? വേഗം ഒന്ന് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ. Find the Fourier transform of the following signals: dou of n, u of n, dou of n minus k, dou of n minus 1 plus dou of n plus 1. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, സോ നമുക്ക് ഡിഫറെന്റ് സിഗ്നൽസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ആണ് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സിഗ്നൽ എന്താണ്? ഡോ ഓഫ് എൻ. അതാണ് സിഗ്നൽ. അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, സോ എന്താണ് ഗിവൺ x of n, that is input signal x of n is equal to dou of n. So here we have to find DTFT. അല്ലേ, ഫോറിയർ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. But the given signal is a discrete time signal. So we have to use DTFT. Okay, and what is the equation of DTFT of x of n? DTFT യുടെ equation എന്താണ്? DTFT of x of n നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? x of e raised to j omega is equal to summation of n is equal to minus infinity to infinity x of n into e raised to minus j omega n. Okay, this is our question. And what is dou of n? Dou of n എന്ന് പറയുന്ന സിഗ്നൽ എങ്ങനെയാണ്? ഡോ ഓഫ് എന്ന് പറയുന്ന സിഗ്നൽ എങ്ങനെയാണ്? നമ്മൾ മുന്നേ കുറെ പഠിച്ചതാണ്, അല്ലെങ്കിൽ കുറെ തവണ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഡോ ഓഫ് n മീൻസ് ഇറ്റ് ഹാസ് വാല്യൂ only at n equal to 0. Okay, and its value equal to 1. ഡോ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പ് ഇമ്പൾസ് സിഗ്നൽ ആണ് അല്ലെ. അപ്പൊ അതിന് 0, n is equal to 0 എന്ന് പറയുന്ന പൊസിഷനിൽ മാത്രമേ വാല്യൂ ഉണ്ടാകുള്ളൂ അല്ലെ. ഡോ ഓഫ് n എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഡോ ഓഫ് n is equal to 1 for n equal to 0 and 0 for n not equal to 0 അല്ലെ. n equal to 0 എന്നുള്ള പൊസിഷനിൽ അതിൽ 1 എന്നുള്ളൊരു വാല്യൂ ഉണ്ടാവും. ആൻഡ് ഓൾ അതർ പൊസിഷൻ പോസിറ്റീവ് വാല്യൂസ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്, ദാറ്റ് ഈസ് n നോട്ട് ഈക്വൽ ടു 0, ആ എല്ലാ വാല്യൂസിലും എന്താണ്? ഡോ ഓഫ് n ഈക്വൽ ടു 0 ആണ് അല്ലെ. നമുക്ക് ഈ സിഗ്നൽ എന്താണെന്ന് അറിയാം. ഇനി ഈ ഇക്വേഷനിൽ ഇൻസ്റ്റെഡ് ഓഫ് x of n we have to put ഡോ ഓഫ് n. Okay, so x of e raised to j omega is equal to summation of n is equal to minus infinity to infinity. Okay, instead of x of n we have to write dou of n, that is x of n equal to dou of n. Okay, dou of n into e raised to minus j omega n. Okay, and we know that dou of n has values of 1 at n equal to 0. Okay, that is a value 1 at only n equal to 0 and all other values of n that is equal to 0. Okay, so എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ ആ സമ്മേഷൻ ലിമിറ്റ് മാറ്റാം അല്ലെ. ബിക്കോസ് n ഈക്വൽ ടു 0 എന്നുള്ള പൊസിഷനിൽ മാത്രമേ ഡോ ഓഫ് എന്നിന് വാല്യൂ ഉള്ളൂ. ആൻഡ് ആ വാല്യൂ എത്രയാണ്? 1 ആണ് അല്ലെ. സോ നമുക്ക് ആ സമ്മേഷൻ മാറ്റാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റെഡ് ഓഫ് n നമുക്ക് എന്ത് ചെയ്യാം? 0 പുട്ട് ചെയ്യാം. ഓക്കെ, സോ ഡോ ഓഫ് 0 ഇൻറ്റു e raised to minus j omega into 0. Okay, and what is dou of 0? Dou of 0 equal to 1 അല്ലെ. ഡോ ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 into what is e raised to 0? e raised to minus j omega 0, e raised to 0, that is also 1. Okay, so final answer will be 1.
That is Fourier transform of dou of n is equal to 1. Clear ആണോ? നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി ടി എഫ് ടിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ആ ഇക്വേഷൻ എക്സ് ഓഫ് എൻ ആയിട്ട് തന്നിരിക്കുന്നത് ഡോ ഓഫ് എൻ ആണ്. നമ്മൾ ആ ഡോ ഓഫ് എൻ സെക്കൻഡിൽ ആദ്യം അനലൈസ് ചെയ്യാം. അതിന് ഏതൊക്കെ വാല്യൂസിലാണ്, ഏതൊക്കെ എൻ ഈസ് ഈക്വൽ ടു ഏതൊക്കെ വാല്യൂസിലാണ് അതിന് പെർട്ടിക്കുലർ ഒരു മാഗ്നിറ്റ്യൂഡ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഡോ ഓഫ് എൻ നമുക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പ് ഇമ്പൾസ് സിഗ്നൽ ആണ്. സോ ഇറ്റ് ഹാസ് വാല്യൂ ഓൺലി അറ്റ് എൻ ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു 1. ഓക്കെ, ആൻഡ് ഡോ ഓഫ് എൻ ഈക്വൽ ടു 0 ഫോർ എൻ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ആ കേസ് അറിയാം. സോ നമുക്ക് ഈ സമ്മേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് എൻ നമ്മൾ എന്ത് ചെയ്യും, എന്നിന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ബിക്കോസ് എൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പൊസിഷനിൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ. ഇറ്റ്സ് വാല്യൂ ഡോ ഓഫ് എൻ ഒരു ട്രാൻസ്ഫോം എത്രയാണ് കിട്ടിയത്? കണ്ടിന്യൂസ് ടൈം ആയാലും ഡോ ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം വാല്യൂ എത്രയായിരുന്നു? ഇറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു 1 ആണ്. ഇത് ക്ലിയർ അല്ലേ? Then second ഇതൊക്കെ നമ്മൾ പല തവണ ചെയ്തതാണ്. ട്രാൻസ്ഫോർമേഷൻസ് ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ. സിഗ്നൽസ് ഒക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നത് സിമിലർ തന്നെയാണ്. സെക്കൻഡ് എന്താണ്? യു ഓഫ് എൻ ആണ് അല്ലേ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡി ടി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ. ഓക്കെ, ഹിയർ എക്സ് ഓഫ് എൻ എത്രയാണ്? ദാറ്റ് ഇസ് യു ഓഫ് എൻ ആണ്. വി ഹാവ് ഡി ടി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു or dt of x of n എത്രയാണ്? ഈ x of e raised to j omega that is equal to equation substitute ചെയ്യുക. സോറി, ഇക്വേഷൻ എഴുതുക. എന്നിട്ട് അതിൽ x of n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. summation of n is equal to minus infinity to infinity x of n into e raised to minus j omega n. And x of n എന്താണ് തന്നിരിക്കുന്നത്? u of n ആണ്. So summation n is equal to minus infinity to infinity u of n into e raised to minus j omega n. Okay, and what is u of n? u of n എന്തായിരുന്നു? It's a right sided sequence ആണ് അല്ലേ. Okay, u of n എന്ന് പറയുന്നത് ഇതുപോലെ റൈറ്റ് സൈഡ് സീക്വൻസ് ആണ്. 0 1 2 3 4 എക്സെട്ര ടു ഇൻഫിനിറ്റി അല്ലേ. u of n എന്ന് പറയുന്നത് എന്താണ്? ഒരു റൈറ്റ് സൈഡ് സീക്വൻസ് ആണ്. ഇറ്റ് ഹാസ് വാല്യൂസ് in the range of 0 to positive infinity and its magnitude is equal to 1. u of n എന്ന് പറയുന്നത് അതിന് 1 മാഗ്നിറ്റ്യൂഡ് ഉള്ള സിഗ്നൽസ് ഉണ്ടാവും. അത് 0 to പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ എല്ലാ വാല്യൂസിലും അതിന് വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സമ്മേഷൻ ലിമിറ്റ് ഇവിടെ ചേഞ്ച് ചെയ്യാം. 0 to ഇൻഫിനിറ്റി ആക്കാം അല്ലെ. മൈനസ് ഇൻഫിനിറ്റി ടു 0 അതിന്റെ വാല്യൂ 0 ആണ്. സോ വി ക്യാൻ ചേഞ്ച് ദ summation limit. That is summation of n is equal to 0 to infinity. Then what is the value of u of n there? It is equal to 1. Okay, so നമുക്ക് u of n എഴുതേണ്ട ആവശ്യമില്ല. Summation of n is equal to 0 to infinity e raised to minus j omega n. Okay, ഇനി ഇവിടെ നോക്കേണ്ടത് ഇതിന് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. Summation n is equal to 0 to infinity e raised to minus j omega whole raised to n. രണ്ടും സിമിലർ ആണ് അല്ലേ. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ എഴുതിയാലും ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഹോൾ റേസ് ടു എൻ എഴുതിയാലും സെയിം എഫക്റ്റ് ആണ്. ഓക്കെ, ഇത് നോക്കിയേ. ഇതിനാണ് നമ്മൾ മുന്നേ കുറച്ച് സമ്മേഷൻ ഇക്വേഷൻസ് പഠിച്ചു വെച്ചത്. ഓക്കെ, സമ്മേഷൻ n is equal to 0 to infinity e റേസ് ടു മൈനസ് ജെ ഒമേഗ റേസ് ടു എൻ. ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കമ്പയർ ചെയ്ത് ഇതിന്റെ വാല്യൂ എഴുതാൻ പറ്റുമോ നോക്കിയേ. അല്ലെങ്കിൽ ഇത് ഈ ഇക്വേഷൻ ഏത് സ്റ്റാൻഡേർഡ് ഫോമായിട്ടാണ് സിമിലാരിറ്റി ഉള്ളത് ഒന്ന് പറഞ്ഞേ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് നോക്കിയിട്ട് ഇത് ഏത് സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? Summation of n is equal to 0 to infinity a raised to n. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ?
The first equation, summation of n is equal to 0 to infinity a raised to n. Okay, and the value that is equal to 1 by 1 minus a only if mod a less than 1. Okay, 1 by 1 minus a, that's the value. Okay, so our equation നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അതൊരു സ്റ്റാൻഡേർഡ് ഫോം ആണ്. അതിനെ ഈ ഒരു ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ okay, x is equal to 1 by 1 minus a mod a less than 1. Okay, ഇവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് a എന്താണുള്ളത് e raised to minus j omega. Okay, so നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 1 by 1 minus e raised to minus j omega. ഇതുപോലെ എഴുതിക്കൂടെ? This is the final answer. Because നമ്മൾ ഈ ഒരു സമ്മേഷൻ ഇക്വേഷനിൽ എത്തിയാൽ നമുക്ക് പിന്നെ അതിന് ഫർദർ ചെയ്യാൻ പറ്റില്ല. The standard equation. The value that is equal to 1 by 1. Okay, so 1 by 1 minus a ആണ് അതിന്റെ ഈ സ്റ്റാൻഡേർഡ് ഫോമിന്റെ വാല്യൂ എങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 1 by 1 minus e raised to minus j omega. That is x of e raised to j omega. So this is the answer. Clear ആണോ? Okay. ഇത് ഈ അപ്രോച്ചിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കി. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് വൺ ഡോ ഓഫ് n മൈനസ് കെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. Okay, that is x of n is equal to dou of n minus k. Okay, ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയ എല്ലാരും ചെയ്ത് നോക്കുക. ഞാൻ ആൻസർ ചോദിക്കും, എന്നിട്ടൊന്ന് വേഗം ആൻസർ പറഞ്ഞേ. ഇതിൽ നമ്മുടെ ഇക്വേഷൻസ് എഴുതി നോക്കുക. ദെൻ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ സിഗ്നൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഡോ ഓഫ് എൻ മൈനസ് കെ, ആ സിഗ്നൽ ആദ്യം വരച്ച് നോക്കുക എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഡോ ഓഫ് എൻ മൈനസ് കെ, ഡോ ഓഫ് എൻ എന്ന് പറഞ്ഞ സിഗ്നൽ നമുക്കറിയാം ഇമ്പൾസ് സിഗ്നൽ ആണ്, യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആണ്, വിച്ച് ഹാസ് വാല്യൂ ഓൺലി അറ്റ് n equal to 0. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ഡോ ഓഫ് എൻ മൈനസ് കെ? അവിടെ ഒരു ഓപ്പറേഷൻ വന്നിട്ടുണ്ട് അല്ലേ, ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ നോക്കുക, റൈറ്റ് സൈഡിലേക്കാണോ ലെഫ്റ്റ് സൈഡിലേക്കാണോ ഷിഫ്റ്റ് നോക്കുക, അപ് ടു വാട്ട് റേഞ്ച് അത് നോക്കുക. ഓക്കെ, എന്നിട്ട് ആ സിഗ്നൽ വരച്ചിട്ട് അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചേ.
ഡോ ഓഫ് എൻ മൈനസ് കെയുടെ സിഗ്നൽ വരച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ? റേഞ്ച് കിട്ടിയോ? ആൻസർ എത്രയാണ് കിട്ടിയത്? എൻ മൈനസ് കെ ഡോ ഓഫ് എൻ എങ്ങനെയാണ്? ഇതിന് സീറോ എന്നുള്ള പൊസിഷനിൽ മാത്രമാണ് വാല്യൂ ഉണ്ടാകുക. ഓക്കെ, 1 2 3 ഇവിടെയൊക്കെ അതിന്റെ വാല്യൂ. കെ ഡോ ഓഫ് എൻ മൈനസ് കെ. ഡോ ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുന്നത് എന്താണ്? ഷിഫ്റ്റിംഗ് ആണ് അല്ലേ? ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ? ഡോ ഓഫ് എൻ മൈനസ് കെ ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആണ് അല്ലേ? റൈറ്റ് സൈഡ് ആൻഡ് ഹൗ മെനി യൂണിറ്റ്സ്? എൻ മൈനസ് കെ ആണ്. സോ കെ യൂണിറ്റ്സ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് എന്ത്? ഡോ ഓഫ് എൻ മൈനസ് കെ. ഈ ഒരു ഓക്കെ ആൻഡ് ഇറ്റ്സ് വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഈസ് 1. ഇതാണ് നമ്മുടെ ഡോ ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുന്ന സിഗ്നൽ. ഓക്കെ, നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x of n. Instead of x of n we have to write dou of n minus k. Okay, that is into e raised to minus j omega n. Okay, but എന്താണ്? dou of n minus k എന്ന് പറയുന്ന സിഗ്നൽ ഹാസ് വാല്യൂ 1 ഓൺലി അറ്റ് n is equal to k. അല്ല, n is equal to k എന്ന് പറയുന്ന പൊസിഷനിൽ മാത്രമേ ഡോ ഓഫ് എൻ മൈനസ് കെക്ക് വാല്യൂ ഉള്ളൂ ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു 1. അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സമ്മേഷൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇതിന്റെ ആൻസർ എഴുതാം? ഒന്ന് പറഞ്ഞേ. എത്രയാണ് ആൻസർ കിട്ടിയത്? ആഷ്ന, എത്ര ആൻസർ കിട്ടിയത്? ഡൊമിനിക്, ആദിൽ, e raised to minus j omega k അല്ലേ? എന്താണ് ഇവിടെ ഡോ ഓഫ് എൻ മൈനസ് കെയുടെ വാല്യൂ എന്താണ്? 1 ആണ്. ദാറ്റ് ഈസ് ഇൻറ്റു e raised to minus j omega. Instead of k we have instead of n we have to put k. Okay, that is equal to e raised to minus j omega k. This is the answer. Because ഈ ഡോ ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുന്ന സിഗ്നൽ ഹാസ് വാല്യൂ ഈക്വൽ ടു 1 ഓൺലി അറ്റ് n ഈക്വൽ ടു k. അപ്പൊ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്മിഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടില്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡോ ഓഫ് എൻ മൈനസ് 1 പ്ലസ് ഡോ ഓഫ് എൻ പ്ലസ് 1. അതും ചെയ്ത് നോക്കിയേ. ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. ഡോ ഓഫ് എൻ മൈനസ് 1 പ്ലസ് ഡോ ഓഫ് എൻ പ്ലസ് 1. ഓക്കെ, സോ our x of n is equal to dou of n minus 1 plus dou of n plus 1. നിങ്ങൾ എന്തായാലും ഈ സിഗ്നൽസ് റൈറ്റ് സൈഡിൽ വരച്ചു വെക്കണേ. ആ സിഗ്നൽ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചത് റൈറ്റ് സൈഡിൽ വരച്ചു വെക്കണം. ഓക്കെ, അത് അവിടെ നോക്കിയാലേ നമുക്ക് റേഞ്ച് അല്ലെങ്കിൽ സമ്മേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ക്ലിയർ ആവുള്ളൂ. അപ്പൊ റൈറ്റ് സൈഡിൽ എന്തായാലും സിഗ്നൽ വരക്കാം. ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചേ വേഗം ചെയ്ത് നോക്കിയേ. എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു summation of n is equal to minus infinity to infinity x of n into e raised to minus j omega n. Okay, instead of x of n എന്ത് ചെയ്യണം? summation n equal to minus infinity to infinity dou of n minus 1 plus dou of n plus 1. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. into e raised to minus j omega n. വേഗം കണ്ടുപിടിച്ചേ.
ആൻസർ കിട്ടിയാൽ പറയണേ. സിഗ്നൽസ് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? സിഗ്നൽ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്? ഡോ ഓഫ് n മൈനസ് 1 പ്ലസ് ഡോ ഓഫ് n പ്ലസ് 1 ആണ് അല്ലേ? ഡോ ഓഫ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? The signal dou of n is shifted towards right side by of unit of 1 അല്ലേ? ഇത് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് n is equal to 1 എന്നുള്ള പൊസിഷനിലേക്ക്. ഓക്കെ, ആൻഡ് ദാറ്റ് പ്ലസ് ഡോ ഓഫ് n പ്ലസ് 1. ഡോ ഓഫ് n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ഓഫ് n is shifted towards left side by a unit of 1. Okay, here also 1. So ഇതാണ് നമ്മുടെ ഡോ ഓഫ് n minus 1 plus ഡോ ഓഫ് n plus 1. എന്താണ്? 2 സിഗ്നൽസ് ഇതുപോലെ ഉണ്ടാകും. ഒന്ന് n is equal to 1 എന്നുള്ള പൊസിഷനിലും ഒന്ന് n is equal to minus 1 എന്നുള്ള പൊസിഷനിലും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് വാല്യൂ is equal to 1. ഇനി ഒന്ന് ആ ഇക്വേഷനിൽ ഈ ഒരു സിഗ്നൽ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ പറഞ്ഞേ. എത്രയാണ് ആൻസർ കിട്ടിയത്? എത്രയാണ് ആൻസർ കിട്ടിയത്? ഞാൻ സ്പെസിഫിക് ആയിട്ട് ആരെയും വിളിക്കാനാക്കണ്ട. ആൻസർ കിട്ടി. അനുശ്രീ എത്ര കിട്ടിയത്? ജെ ഒമേഗ പ്ലസ് സീരീസ്. ഓക്കെ, അത് നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തോട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. ഗുഡ്. എന്താണ് ഇവിടെ വരുന്നത്? രണ്ട്
values n is equal to -1 and n is equal to 1. ആ രണ്ട് പൊസിഷനിൽ മാത്രമേ അതിന് വാല്യൂസ് ഉള്ളൂ and its value is equal to 1. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം? ഈ സമ്മേഷൻ്റെ ആവശ്യമില്ല അല്ലേ? ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഡോ ഓഫ് n മൈനസ് 1, അപ്പോഴും അതിന്റെ വാല്യൂ എത്രയാണ്? 1. 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ n. ഓക്കെ, ഫസ്റ്റ് ഡോ ഓഫ് n മൈനസ് 1 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കുള്ള ഷിഫ്റ്റിംഗ് ആണ്. സോ അവിടെ n ഇസ് ഈക്വൽ ടു 1 ആണ് ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 1 ആണ്. സോ 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ n. ഓക്കെ, എന്നിന് പകരം അവിടെ എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. ഓക്കെ, പ്ലസ് ദെൻ ഡോ ഓഫ് n പ്ലസ് 1. n പ്ലസ് 1 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഷിഫ്റ്റിംഗ് ആണ് അല്ലേ? അതിന്റെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു -1, ബിക്കോസ് അവിടെ n ന്റെ വാല്യൂ -1 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ n പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. ഓക്കെ, അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പ്ലസ് ഇ റേസ് ടു ജെ ഒമേഗ. ഈ രീതിയിലേക്ക് അതിനെ എഴുതാം, ബിക്കോസ് എന്നിന്റെ വാല്യൂ ഒന്ന് 1ഉം ഒന്ന് -1ഉം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. ബട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതേണ്ടി വരും. നമുക്ക് കോസ് ഒമേഗയുടെ വാല്യൂ അറിയാലോ. അതെന്താണ്? കോസ് ഒമേഗ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ? കോസ് ഒമേഗ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ബൈ 2 ആണ്. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. ദാറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് അല്ലേ? അതിൽ നമുക്ക് എന്ത് എഴുതാം? e raised to j omega plus e raised to minus j omega is equal to 2 cos omega എന്ന് എഴുതിക്കൂടെ? This is equal to 2 into cos omega. ഇതുപോലെ എഴുതിക്കൂടെ? സോ ഫൈനലി ഈ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിനെ വേറെ എന്തെങ്കിലും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് അങ്ങനെ എഴുതാം, ബിക്കോസ് ഇത് ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്നുള്ള ടേമിലാണ് ഉള്ളത്. സോ ഇതിനെ നമുക്ക് മാറ്റി 2 കോസ് ഒമേഗ എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഈ ഒരു ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു ഫോമിലേക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇതിലെന്താണ് തന്നിരിക്കുന്ന സിഗ്നൽസ് എക്സ് ഓഫ് എൻ ഏത് രീതിയിലുള്ളതാണെന്ന് ആദ്യം ഡ്രോ ചെയ്ത് നോക്കാം. ഓക്കെ, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കുക. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. എന്നിട്ട് അതിനനുസരിച്ച് ലിമിറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓരോരിക്ക് ലിമിറ്റ് കൊടുക്കാനുണ്ടാവും, എന്നിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്ത് ആൻസർ ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ സംടൈംസ് എന്താണ്, അതിന് ലിമിറ്റ് ഉണ്ടാവില്ല. ഒരു പെർട്ടിക്കുലർ n is equal to ഒരു പെർട്ടിക്കുലർ വാല്യൂല് മാത്രമേ അതിനൊരു സിഗ്നൽ വാല്യൂ ഉണ്ടാവുള്ളൂ. സോ ആ വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, സോ അങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. റോൾ നമ്പർ 1. മൂന്നാൾക്കാർ ആബ്സെന്റ് ആണ് അല്ലേ? Okay, 5%. And what about 1 and 7? Akshay, she is absent ആണോ? Okay.
ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണ് അല്ലേ? നമുക്ക് വേറൊരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. So please write down the question. Find the Fourier transform of the following sequences. Okay. Find the Fourier transform of the following sequences. Find the Fourier transform of the following sequences. Question എഴുതിക്കോളൂ. X of n is equal to a raised to n into u of n. For mod a less than 1. That is the first signal. And second one, x of n is equal to 1 by 6 whole raised to n into u of n. And third question is equal to x of n is equal to 2 raised to n into u of n. Okay, question എഴുതിയെടുക്ക്. Find the Fourier transform of the following sequences. First signal x of n is equal to a raised to n into u of n for mod a less than 1. And second signal x of n is equal to 1 by 6 whole raised to n into u of n. And third signal x of n is equal to 2 raised to n into u of n.